ഹായ് ആൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അതായത് നമ്മുടെ വേസ്റ്റ് വാട്ടറിന്റെ അല്ലെങ്കിൽ വാട്ടറിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസ്ഇൻഫെക്ഷൻ മെത്തേഡ്സിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സ് കണ്ടു. ക്ലോറിനേഷൻ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലോറിൻ, അതായത് വാട്ടർ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലോറിൻ ഡിസ്ഇൻഫെക്ഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ക്ലോറിൻ ഡയോക്സൈഡിനെ കുറിച്ചായിരുന്നു അല്ലെ? അപ്പൊ ക്ലോറിൻ ഡയോക്സൈഡിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ ബാക്കി പാർട്സ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ക്ലോറിൻ ഡയോക്സൈഡ് എന്താണ്? ക്ലോറിൻ ഡയോക്സൈഡ് ഈസ് എ പവർഫുൾ ഓക്സിഡൈസിങ് ഏജന്റ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റന്റ് ദാറ്റ് കോമൺലി യൂസ്ഡ് ഫോർ വാട്ടർ ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്ഇൻഫെക്ഷൻ പർപ്പസ്. Okay, it is effective against a wide range of microorganisms including bacteria, viruses and protozoa. ഇപ്പൊ ബാക്ടീരിയാസിനെ മാത്രമല്ല, ബാക്ടീരിയ, വൈറസ്, പ്രോട്ടോസോവ തുടങ്ങിയ ഒരു വൈഡ് റേഞ്ച് ഓഫ് മൈക്രോ ഓർഗാനിസത്തെ നശിപ്പിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? നമ്മുടെ ക്ലോറിൻ ഡയോക്സൈഡിനുണ്ട്. ഓക്കെ, ഇറ്റ് ക്യാൻ പെനിട്രേറ്റ് ദ സെൽ വാൾസ് ഓഫ് മൈക്രോ ഓർഗാനിസം ആൻഡ് ഡിസ്റപ്റ്റ് ദെയർ മെറ്റബോളിക് പ്രോസസ് ലീഡിംഗ് ടു ദെയർ ഇനാക്ടിവേഷൻ. നമ്മുടെ മൈക്രോ ഓർഗാനിസത്തിന്റെ സെൽവാളിലൂടെ അവ പെനിട്രേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു. ഓക്കെ, then chlorine dioxide is treated as a separate disinfection since it is not formed by the direct addition of chlorine to water. ക്ലോറിൻ ഡയോക്സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സെപ്പറേറ്റ് ഡിസിൻഫെക്റ്റന്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. കാരണം വാട്ടറുമായിട്ട് ക്ലോറിൻ മിക്സ് ചെയ്താൽ അവിടെ ക്ലോറിൻ ഡയോക്സൈഡ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. അപ്പൊ നമ്മൾ ഒരു ക്ലോറിൻ ഡയോക്സൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് ആയിട്ട് തന്നെ അതിനെ ഡിസിൻഫെക്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, then എന്താണ്? ക്ലോറിൻ ഡയോക്സൈഡ് ക്യാൻ ബി ജനറേറ്റഡ് ബൈ ആഡിങ് എയ്തർ ക്ലോറിൻ ഓർ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇൻ സോഡിയം ക്ലോറേറ്റ്. എങ്ങനെയാണ് നമ്മൾ ക്ലോറിൻ ഡയോക്സൈഡ് പ്രിപ്പയർ ചെയ്യുന്നത്? സോഡിയം ക്ലോറേറ്റ് പ്ലസ് ക്ലോറിൻ, സോഡിയം ക്ലോറേറ്റുമായിട്ട് നമ്മുടെ ക്ലോറിനെ റിയാക്ട് ചെയ്യുമ്പോഴാണ് ക്ലോറിൻ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. Okay, chlorine dioxide is a more powerful disinfectant than chlorine in alkaline condition. അപ്പൊ നമ്മുടെ ക്ലോറിനേക്കാൾ എന്തുകൊണ്ടും മോർ പവർഫുൾ ആയിട്ടുള്ള ഒരു ഡിസിൻഫെക്റ്റന്റ് ആണ് ക്ലോറിൻ ഡയോക്സൈഡ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഈ ക്ലോറിൻ ഡയോക്സൈഡ് അമോണിയയുമായിട്ട് കമ്പൈൻ ചെയ്യില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഹൈ അമോണിയം കണ്ടന്റ് ഉള്ള വാട്ടറിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം. കാരണം എന്താണ്? ഇറ്റ് ഡസ് നോട്ട് കമ്പൈൻ വിത്ത് അമോണിയ ആൻഡ് ഹെൻസ് ക്യാൻ ബി യൂസ്ഡ് ടു ഒബ്റ്റെയിൻ ഫ്രീ ക്ലോറിൻ റെസിഡ്യുവൽ ഈവൻ ഇൻ വാട്ടർ വിത്ത് ഹൈ അമോണിയ കണ്ടന്റ്. ഓക്കെ, ഇപ്പൊ ഹൈ അമോണിയ കണ്ടന്റ് ഉള്ള വാട്ടറിൽ നമ്മൾ ക്ലോറിൻ ട്രീറ്റ് ചെയ്യുമ്പോൾ അവിടെ കമ്പൈൻ ചെയ്തിട്ട് നമ്മുടെ ക്ലോറിൻ റെസിഡ്യുവൽസ് കുറവായിരിക്കും അല്ലെ? അപ്പൊ ക്ലോറിൻ റെസിഡ്യുവൽസ് ഉണ്ടായാൽ മാത്രമേ അവിടെ ഫർദർ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് നടക്കുകയുള്ളൂ. പക്ഷേ ഈ ക്ലോറിൻ ഡയോക്സൈഡിന്റെ പ്രത്യേകത എന്താണ്? ക്ലോറിൻ ഡയോക്സൈഡ് അമോണിയയുമായിട്ട് കമ്പൈൻ ചെയ്യില്ല. അപ്പൊ അവിടെ എന്താണ് റെസിഡ്യുവൽ ക്ലോറിൻ എന്നൊക്കെ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പൊ ഈ റെസിഡ്യുവൽ ക്ലോറിൻസിന്റെ അളവ് അവിടെ ഫ്രീ റെസിഡ്യുവൽ ക്ലോറിൻസ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ ഫർദർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നമുക്ക് ആ റെസിഡ്യുവൽ ക്ലോറിൻസിനെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് വീണ്ടും ഡിസ്ഇൻഫെക്ഷൻ പ്രോസസ്സ് കണ്ടിന്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ റെസിഡ്യുവൽ ക്ലോറിൻസ് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോ ഈ ഹൈ അമോണിയം കണ്ടന്റ് ഉള്ള വാട്ടറിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? നമ്മുടെ ക്ലോറിൻ ഡയോക്സൈഡ് യൂസ് ചെയ്യാം. ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണ്? ഈ ക്ലോറിൻ ഡയോക്സൈഡ് എന്ന് പറയുന്നത് മോർ എക്സ്പെൻസീവ് ആണ്. ഓക്കെ, then chlorine dioxide has a residual effect. It means it can remain in the water after treatment to provide continued protection against recontamination as the water move through the distribution system. നമ്മുടെ വാട്ടർ ട്രീറ്റ്മെന്റ് പ്രോസസ് ഒക്കെ കഴിഞ്ഞാൽ കൂടിയും ഈ ക്ലോറിൻ ഡയോക്സൈഡിന് റെസിഡ്യുവൽ എഫക്റ്റ് കാരണം കുറച്ച് ടൈം വീണ്ടും ആ വെള്ളത്തിൽ അതിന്റെ പ്രോപ്പർട്ടി അത് കാണിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ്? ഈ വാട്ടർ ട്രീറ്റ്മെന്റ് കഴിഞ്ഞാലും നമ്മുടെ വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലൂടെ ഈ വാട്ടർ കടന്നു പോകുമ്പോൾ അതിനെ പ്യൂരിഫൈ ചെയ്യാനുള്ള കഴിവ് ഈ ക്ലോറിൻ ഡയോക്സൈഡിന്റെ റെസിഡ്യുവൽ പ്രോപ്പർട്ടി കാരണം ഉണ്ടായിരിക്കും. ഓക്കെ, റെസിഡ്യുവൽ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വാട്ടറിന്റെ ട്രീറ്റ്മെന്റ് പ്രോസസ്സ് കഴിഞ്ഞാലും, അതായത് അതിന്റെ ഡിസ്ഇൻഫെക്ഷൻ പർപ്പസ് കഴിഞ്ഞാലും കുറച്ച് ടൈം കൂടി ആ ഡിസ്ഇൻഫെക്റ്റന്റ് ആ വാട്ടറിൽ തന്നെ നിലനിൽക്കുക, അതിന്റെ പ്രോപ്പർട്ടി കാണിക്കാം. ഓക്കെ, then chlorine dioxide is effective at controlling unpleasant odor and taste in water. നമ്മുടെ വാട്ടറിൽ പ്രസന്റ് ആയിരിക്കുന്ന അൺപ്ലസന്റ് ആയിട്ടുള്ള ഓർഡർ, ടേസ്റ്റ്, അതിനെയൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? നമ്മുടെ ക്ലോറിൻ ഡയോക്സൈഡിനുണ്ട്.
മേക്കിംഗ് ഇറ്റ് പോപ്പുലർ ചോയ്സ് ഫോർ ഇംപ്രൂവിംഗ് ദ എസ്തെറ്റിക് ക്വാളിറ്റി ഓഫ് ഡ്രിങ്കിങ് വാട്ടർ. അപ്പൊ അതുകൊണ്ടാണ് ഈ ക്ലോറിൻ ഡയോക്സൈഡിന് ഒരു പോപ്പുലർ ചോയ്സ് ആയിട്ട് നമ്മൾ അതിനെ കണക്കാക്കും. ഇറ്റ് ഈസ് എ സെലക്റ്റീവ് ഓക്സിഡന്റ് ആൻഡ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് ഹാർംഫുൾ ക്ലോറിനേറ്റഡ് ഡിസ്ഇൻഫെക്ഷൻ ബൈ പ്രോഡക്ട്സ് ലൈക്ക് ക്ലോറിൻ ഡസ്. നമ്മൾ മറ്റു ക്ലോറിൻ പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ എന്താണ് ഒരുപാട് ബൈ പ്രോഡക്ട്സ്, നമ്മുടെ ഹെൽത്ത് കൺസേൺ ആയിട്ടുള്ള ഒരുപാട് ബൈ പ്രോഡക്ട്സ് വാട്ടറിൽ ഫോം ചെയ്യും. അറ്റ് ദ സെയിം ടൈം നമ്മൾ ക്ലോറിൻ ഡയോക്സൈഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കില്ല, ഹാർംഫുൾ ആയിട്ടുള്ള ബൈ പ്രോഡക്ട്സ് ഫോം ചെയ്യില്ല. ഓക്കെ, then when used properly at the recommended concentration, chlorine dioxide is considered safe for water disinfection. നമ്മൾ ഇത് പ്രോപ്പർ ആയിട്ടുള്ള റെക്കമെൻഡഡ് കോൺസെൻട്രേഷനിൽ അല്ലെങ്കിൽ റെക്കമെൻഡഡ് ഡോസേജിൽ തന്നെ നമ്മൾ ക്ലോറിൻ ഡയോക്സൈഡിനെ യൂസ് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ എന്താണ്, ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ടു ഹാൻഡിൽ ആൻഡ് സ്റ്റോർ ക്ലോറിൻ ഡയോക്സൈഡ് സൊല്യൂഷൻ കെയർഫുള്ളി ആസ് ദേ ക്യാൻ ഹസാർഡസ് അറ്റ് ഹൈ കോൺസെൻട്രേഷൻ. ഈ ക്ലോറിൻ ഡയോക്സൈഡ് ഹൈ കോൺസെൻട്രേഷനിൽ ഹസാർഡസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് അതിനെ പ്രോപ്പർ ആയിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യണം. അത് മാത്രമല്ല അതിനെ പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണം. ഓക്കെ ആണല്ലോ. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ക്ലോറിൻ ഡയോക്സൈഡിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അടുത്ത ടോപ്പിക്കാണ് സൂപ്പർ ക്ലോറിനേഷൻ. എന്താ സൂപ്പർ ക്ലോറിനേഷൻ എന്ന് പറഞ്ഞാല്, ഈ സൂപ്പർ ക്ലോറിനേഷൻ എന്ന് പറയുന്നതും ഒരു ഡിസ്ഇൻഫെക്ഷൻ മെത്തേഡ് ആണ്. അതായത് ലാർജ് എമൗണ്ടിൽ നമ്മൾ വാട്ടറിനെ ക്ലോറിനേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മള് ക്ലോറിനേഷൻ മെത്തേഡ് ലാർജ് എമൗണ്ടിൽ ചെയ്യാം. കാരണം എന്താണ്, ഇപ്പോ ഏതെങ്കിലും ഒരു പ്ലേസിൽ വാട്ടർ ബോൺ ഡിസീസ് നന്നായിട്ട് കോസ് ചെയ്യുന്നുണ്ട് വിചാരിക്കാം, സ്പ്രെഡ് ആവുന്നുണ്ട് വിചാരിക്കാം. അപ്പൊ അവിടെ ആ പ്ലേസിലെ വാട്ടർ ബോഡീസ് ഒക്കെ നമ്മൾ പെട്ടെന്ന് ഡിസ്ഇൻഫെക്ഷൻ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട്, അതായത് ഹൈലി പൊല്യൂട്ടഡ് ആയിട്ടുള്ള പാത്തോജനിക് ആയിട്ടുള്ള വാട്ടർ ബോഡീസിനെ പെട്ടെന്ന് അതിനെ ഡിസ്ഇൻഫെക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് സൂപ്പർ ക്ലോറിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്, ലാർജ് എമൗണ്ട് ഓഫ് ക്ലോറിൻ വാട്ടർ സിസ്റ്റത്തിലേക്ക് നമ്മൾ ആഡ് ചെയ്യാം to rapidly increase the chlorine concentration to a level that is much higher than typically used for regular disinfection purpose. നമ്മൾ ടിപ്പിക്കൽ ആയിട്ട് റെഗുലർ ഡിസ്ഇൻഫെക്ഷൻ പർപ്പസിനേക്കാൾ കൂടുതൽ നമ്മൾ റാപ്പിഡ് ഇൻക്രീസിൽ, അതായത് ഹൈ ലെവലിൽ ക്ലോറിന്റെ കോൺസെൻട്രേഷൻ കൂട്ടിയിട്ട് നമ്മൾ വാട്ടറിനെ ഡിസ്ഇൻഫെക്ഷൻ ചെയ്യുന്ന പ്രോസസ്സാണ് സൂപ്പർ ക്ലോറിനേഷൻ എന്ന് പറയുന്നത്. This high level of chlorine is intended to quickly kill bacteria, viruses, algae and other microorganisms present in the water. ഇങ്ങനെ ഈ ഹൈ ലെവലിൽ നമ്മൾ ക്ലോറിൻ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ബാക്ടീരിയ, വൈറസ്, ആൽഗെ ആൻഡ് അതർ മൈക്രോ ഓർഗാനിസത്തെയൊക്കെ പെട്ടെന്ന് കിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, സൂപ്പർ ക്ലോറിനേഷൻ is often used in situation where there is a need for a rapid and high level of disinfection. അപ്പൊ ഏതെങ്കിലും ഒരു പ്ലേസിൽ പെട്ടെന്ന് നമുക്ക് ഹൈ ലെവലിൽ ഡിസ്ഇൻഫെക്ഷൻ നടത്തണമെങ്കിൽ അത്തരം കണ്ടീഷനിലാണ് നമ്മൾ സൂപ്പർ ക്ലോറിനേഷൻ അഡോപ്റ്റ് ചെയ്യുക. such as in response to contamination even or to control the growth of biofilms in water distribution system. It can also be used for shock disinfection of swimming pools and spas. നമ്മുടെ സ്വിമ്മിംഗ് പൂൾ, സ്പാസ്, അതിലൊക്കെ ഒരു ഷോക്ക് ഡിസ്ഇൻഫെക്ഷൻ നടത്താൻ കൂടി നമ്മൾ ഈ സൂപ്പർ ക്ലോറിനേഷൻ യൂസ് ചെയ്യാം. While super chlorination can be effective at rapidly reducing microbial populations in water, it is important to carefully control the dosage of chlorine to avoid potential health risks associated with high chlorine level, such as skin and eye irritation or the formation of disinfection byproducts. ഇനി നമ്മൾ എഫക്റ്റീവ് ആയിട്ട് റാപ്പിഡ്ലി മൈക്രോബിയൽ പോപ്പുലേഷനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സൂപ്പർ ക്ലോറിനേഷൻ നടത്തുമ്പോൾ നമ്മൾ അതിന്റെ ഡോസ്, നമുക്ക് ഒരുപാട് ക്ലോറിൻ ആഡ് ചെയ്യാൻ പറ്റില്ല, അതിനും എന്തുണ്ട്, ഈ സൂപ്പർ ക്ലോറിനേഷനും ഒരു ഡോസേജ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് നമ്മൾ അത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എന്ത് വരും, നമ്മുടെ സ്കിന്ന്, ഐ, അതിനൊക്കെ ഇറിറ്റേഷൻസ് വരും. ഓക്കെ, ഇതിനെന്താണ്, അത് മാത്രമല്ല നമ്മുടെ ഒരുപാട് ബൈ പ്രോഡക്ട്സ് ഫോം ചെയ്യും, നമ്മുടെ ഹെൽത്തിന് ഹാർംഫുൾ ആയിട്ടുള്ള ഒരുപാട് ബൈ പ്രോഡക്ട്സ് വാട്ടറിൽ ഫോം ചെയ്യും. അപ്പോൾ അതിനും ഒരു കോൺസെൻട്രേഷൻ ഉണ്ട്, ഒരു ഡോസേജ് ഉണ്ട്, അതനുസരിച്ച് മാത്രമേ സൂപ്പർ ക്ലോറിനേഷനും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. Proper monitoring of chlorine levels and ensuring that the water is adequately treated and tested after super chlorination are important steps in maintaining water quality and safely. Okay, അപ്പൊ ഈ ക്ലോറിൻ ലെവൽസ് നമ്മൾ പ്രോപ്പർ ആയിട്ട് മോണിറ്റർ ചെയ്യണം. ഓക്കെ, then എന്താണ്, additionally following guidelines and regulations for chlorination and disinfection set by relevant authorities is crucial to ensure that effectiveness and safety of the super chlorination process. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. സൂപ്പർ ക്ലോറിനേഷൻ ചെയ്താൽ നമ്മൾ അതിന്റെ വാട്ടറിലുള്ള ക്ലോറിന്റെ ലെവലൊക്കെ മോണിറ്റർ ചെയ്യണം, അതിനനുസരിച്ച് നമ്മൾ വാട്ടറിനെ ട്രീറ്റ് ചെയ്യണം, എന്നിട്ട് മാത്രമേ വാട്ടർ സപ്ലൈ ചെയ്യാൻ പാടുള്ളൂ.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ക്ലോറിൻ ബേസ്ഡ് ആയിട്ടുള്ള വാട്ടർ ഡിസിൻഫെക്ഷൻ മെത്തേഡ്സ് ആണ് ഇപ്പോൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലോറിനേഷൻ മെത്തേഡ്സ് പറഞ്ഞു. ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിഫറെന്റ് ഫോംസ് ഓഫ് ക്ലോറിൻസ് ആണ് ഡിസിൻഫെക്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് ഫോംസ് ഓഫ് ക്ലോറിൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്തതാണ് ഓക്സിജൻ ബേസ്ഡ് ഡിസിൻഫെക്റ്റന്റ്. ഓക്കെ, അപ്പൊ ഓക്സിജൻ ബേസ്ഡ് ഡിസിൻഫെക്റ്റന്റിൽ ഏതാണ് വരുന്നത്? ഹൈഡ്രജൻ പെറോക്സൈഡ്, പെർ അസറ്റിക് ആസിഡ് ഒക്കെ ഓക്സിജൻ ബേസ്ഡ് ഡിസിൻഫെക്റ്റന്റ് ആണ്. ഓക്കെ, ദെൻ ഓസോണും ഉണ്ട്. അപ്പൊ ഹൈഡ്രജൻ പെറോക്സൈഡ് ആൻഡ് പെർ അസറ്റിക് ആസിഡ് ആർ എക്സാമ്പിൾസ് ഓഫ് ഓക്സിജൻ ബേസ്ഡ് ഡിസിൻഫെക്റ്റന്റ് യൂസ്ഡ് ഇൻ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ്. ഏതൊക്കെയാണ്? ഹൈഡ്രജൻ പെറോക്സൈഡും പെർ അസറ്റിക് ആസിഡും. ദേ വർക്ക് ബൈ റിലീസിംഗ് ഓക്സിജൻ റാഡിക്കൽസ് ദാറ്റ് ഡാമേജ് മൈക്രോബിയൽ സെൽസ്. ഇവയുടെ പ്രത്യേകത എന്താണ്? ഫ്രീ റാഡിക്കൽസ് ഫോം ചെയ്യും. ഈ ഫ്രീ റാഡിക്കൽസിന്റെ പ്രത്യേകത എന്താ? ഹൈലി അൺസ്റ്റേബിൾ ആയിരിക്കും അല്ലെ? അപ്പൊ അവ മൈക്രോബിയൽ സെൽസിനെ പോയി ഡാമേജ് ചെയ്യിക്കും. അങ്ങനെയാണ് അവിടെ ഡിസിൻഫെക്ഷൻസ് പ്രോപ്പർട്ടി അവ കാണിക്കുന്നത്. These disinfectants are effective against a wide range of pathogens and degrade into harmless byproducts. ഈ ഡിസിൻഫെക്റ്റന്റ് പ്രത്യേകത എന്താണ്? അതായത് വൈഡ് റേഞ്ച് ഓഫ് പാത്തോജനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ ഹാംലെസ് ബൈപ്രോഡക്ട്സ് ആണ് അവിടെ ഫോം ചെയ്യുക. അടുത്തൊരു മെത്തേഡാണ്, ഒരു ഫിസിക്കൽ മെത്തേഡാണ് മെംബ്രെയിൻ ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. മെംബ്രെയിൻ ഫിൽട്രേഷൻ ടെക്നിക്സ് സച്ച് ആസ് മൈക്രോ ഫിൽട്രേഷൻ. അപ്പൊ ഈ മൈക്രോ ഫിൽട്രേഷൻ, അൾട്രാ ഫിൽട്രേഷൻ, നാനോ ഫിൽട്രേഷൻ ഇതെല്ലാം ഏതിലാണ് വരുന്നത്? നമ്മുടെ മെംബ്രെയിൻ ഫിൽട്രേഷനിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ മെംബ്രെയിൻ ഫിൽട്രേഷൻ എന്ന് പറയുന്നത് ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിൻഫെക്ഷൻ മെത്തേഡ് അല്ല. പക്ഷെ മറ്റു ഡിസിൻഫെക്ഷൻ മെത്തേഡ്സിന്റെ കൂടെ ഇതുകൂടി ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ while not strictly a disinfection method, membrane filtration can significantly reduce pathogen level in treated water when used in conjunction with other disinfection techniques. അപ്പൊ ഈ മെംബ്രെയിൻ ഫിൽട്രേഷന്റെ പ്രത്യേകത എന്താണ്? ഇവയ്ക്ക് നന്നായിട്ട് മൈക്രോബിയൽ പോപ്പുലേഷനെ റെഡ്യൂസ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഉണ്ട്. പക്ഷെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു 100% റിമൂവൽ നമുക്ക് ഇവിടെ പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മറ്റു ഡിസിൻഫെക്ഷൻ പ്രോസസ് നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ ചെയ്യുന്ന ഒരു ഡിസിൻഫെക്ഷൻ മെത്തേഡാണ് മെംബ്രെയിൻ ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് ഓസണൈസേഷൻ എന്ന് പറയുന്നത്. ഓസണൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഓസോണിനെ യൂസ് ചെയ്യുക. ഓസോൺ എന്ന് പറഞ്ഞാൽ O3 മോളിക്യൂൾ അല്ലെ? അപ്പൊ അതിന് ഡിസിൻഫെക്ഷൻ പ്രോപ്പർട്ടി ഉണ്ട്. അപ്പൊ ഓസോൺ ഹാസ് എ ഗ്രേറ്റർ ഡിസിൻഫെക്ഷൻ എഫക്റ്റീവ്നെസ് അഗെയിൻസ്റ്റ് ബാക്ടീരിയ ആൻഡ് വൈറസ് കമ്പയർഡ് ടു ക്ലോറിനേഷൻ. ക്ലോറിനേഷനെ കമ്പയർ ചെയ്യുമ്പോൾ ക്ലോറിനേഷനേക്കാൾ ഗ്രേറ്റർ ഡിസിൻഫെക്ഷൻ പ്രോപ്പർട്ടി എന്തിനുണ്ട്? ഓസോണിനുണ്ട്. In addition, the oxidizing properties can also reduce the concentration of iron, manganese, sulfur and reduce or eliminate taste and odor problems. എന്ത് ചെയ്യും? ഇവ മാംഗനീസ്, സൾഫർ, അതുപോലെ നമ്മുടെ എലമെന്റിക് പൊല്യൂഷൻസ് ഉണ്ടായിരിക്കുമല്ലോ, അത് അയൺ, ഇതിനെന്താണ് നമ്മുടെ വാട്ടറിലുള്ള ബാഡ് ഓർഡർ, ടേസ്റ്റ്, അപ്പൊ ഇതിനെയൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഓസോണിന് കഴിയും. ഓക്കെ, ഓസോൺ ഓക്സിഡൈസസ് അയോൺ മാംഗനീസ് ആൻഡ് സൾഫർ ഇൻ ദ വാട്ടർ ടു ഫോം ഇൻസോല്യൂബിൾ മെറ്റൽ ഓക്സൈഡ്സ് ഓർ എലമെന്റൽ സൾഫർ. അപ്പോ ഈ ഓസോൺ എന്താണ് ചെയ്യുക? അയൺ, മാംഗനീസ്, സൾഫർ ഇവയൊക്കെ ഓക്സിഡൈസ് ചെയ്യും. These insoluble particles are then removed by post filtration. അങ്ങനെ ഇവയൊക്കെ ഓക്സിഡൈസ് ചെയ്തിട്ട് ലാസ്റ്റ് ഇങ്ങനെ ഇവയെ നമ്മൾ എങ്ങനെയാണ് നീക്കം ചെയ്യുക? ഈ ഇൻസോല്യൂബിൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആയിട്ട് അവ വെള്ളത്തിൽ കിടക്കും. അപ്പോൾ ആ ഇൻസോല്യൂബിൾ പാർട്ടിക്കിൾസിനെ നമ്മൾ പോസ്റ്റ് ഫിൽട്രേഷൻ വഴി നമ്മൾ പിന്നെ അതൊന്ന് റിമൂവ് ചെയ്യും. Okay, organic particles and chemical will be eliminated through either coagulation or chemical oxidation. Then അങ്ങനെയുള്ള ഇപ്പൊ ഓർഗാനിക് പാർട്ടിക്കിൾസ് ആണ് അല്ലെങ്കിൽ കെമിക്കൽസ് ഒക്കെ നമ്മൾ കെമിക്കൽ ഓക്സിഡേഷൻ വഴി അതിന് റിമൂവ് ചെയ്യും. ഓസോൺ ഈസ് അൺസ്റ്റേബിൾ ആൻഡ് ഇറ്റ് വിൽ ഡീഗ്രേഡ് ഓവർ എ ടൈം ഫ്രെയിം റേഞ്ചിങ് ഫ്രം എ ഫ്യൂ സെക്കൻഡ്സ് ടു 30 minutes. വളരെ കുറഞ്ഞ ടൈമിൽ തന്നെ നമുക്ക് വാട്ടറിനെ ഡിസിൻഫെക്റ്റന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് കഴിയും. ദ റേറ്റ് ഓഫ് ഡീഗ്രേഡേഷൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് വാട്ടർ കെമിസ്ട്രി, pH ആൻഡ് വാട്ടർ ടെമ്പറേച്ചർ. അപ്പൊ നമ്മുടെ വാട്ടറിന്റെ ടെമ്പറേച്ചർ, അതിന്റെ pH, അതിന്റെ കെമിസ്ട്രി, അപ്പൊ ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓസോണിന്റെ ഡിസിൻഫെക്റ്റന്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഈ ഓസോണിനുള്ളത് വാട്ടർ ട്രീറ്റ്മെന്റില്? Ozone is a very effective and rapidly react with bacteria, virus and has stronger germicidal properties than chlorination. നമ്മുടെ ക്ലോറിനേഷനേക്കാൾ കൂടുതൽ ജെർമിസൈഡ് പ്രോപ്പർട്ടി ആർക്കുണ്ട്? നമ്മുടെ ഓസോണിനുണ്ട്. It has a very strong oxidizing power with a short reaction time.
വളരെ ഷോർട്ട് റിയാക്ഷൻ ടൈമിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഓക്സിഡൈസിങ് പവർ ഓസോൺ കാണിക്കും. ദ ട്രീറ്റ്മെന്റ് പ്രോസസ് ഡസ് നോട്ട് ആഡ് എനി കെമിക്കൽസ് ടു വാട്ടർ. നമ്മുടെ വാട്ടറിൽ എന്താണ്, മറ്റ് ക്ലോറിനേഷൻ മെത്തേഡ്സ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വാട്ടറിൽ എന്ത് വരികയാണ്, കെമിക്കൽസ് വരികയാണ്. പക്ഷേ ഈ ഓസോൺ ട്രീറ്റ്മെന്റിൽ എന്താണ്, നോട്ട് ആഡ് എനി കെമിക്കൽസ് ടു വാട്ടർ. ഓസോൺ ക്യാൻ എലിമിനേറ്റ് എ വൈഡ് variety of inorganic, organic and microbial problems and taste and odor problems. ഇനോർഗാനിക് ആയിട്ടുള്ള ഓർഗാനിക്കും മൈക്രോബയോളജിക്കൽ പ്രോബ്ലംസും അതുപോലെ ടേസ്റ്റ്, ഓർഡർ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഈ ഓസോൺ യൂസ് ചെയ്തിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഇതിന് അതിന്റെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഇതിന് ഓസോൺ വാട്ടർ ട്രീറ്റ്മെന്റ് ഈസ് മച്ച് എക്സ്പെൻസീവ് ദാൻ അതർ ട്രീറ്റ്മെന്റ് ലെവൽസ്. അപ്പൊ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്താണ്, വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണിത്. ഇൻ ഓസോൺ വാട്ടർ ട്രീറ്റ്മെന്റ് മസ്റ്റ് ബി പ്രൊഫഷൻ ഫോർ വാട്ടർ ട്രീറ്റ്മെന്റ് ആൻഡ് സിസ്റ്റം മെയിൻ്റെനൻസ്. അപ്പൊ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ പ്രൊഫഷണൽസ് ആയിട്ടുള്ള വർക്കേഴ്സ് ആവശ്യമാണ്, പ്രൊഫഷണൽ ആയിട്ടുള്ള സിസ്റ്റം മെയിൻ്റെനൻസ് ഒക്കെ ആവശ്യമാണ്. It does not provide any germicidal or disinfection residuals to prevent regrowth. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണ്, ഇത് റെസിഡ്യുവൽ പ്രോപ്പർട്ടി കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും അതിന്റെ റീഗ്രോത്ത് ഉണ്ടാകുമ്പോൾ അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടി ഓസോണിനില്ല. ഡ്യൂ ടു ഇസ് ലെസ് സോല്യൂബിലിറ്റി ഇൻ വാട്ടർ, സ്പെഷ്യൽ മിക്സിംഗ് ടെക്നിക്സ് ആർ നീഡഡ്. ഓസോൺ എന്താണ്, വളരെ ലെസ് സോല്യൂബിൾ ആണ് വാട്ടറിൽ. അതുകൊണ്ട് തന്നെ അതിനെ വാട്ടറിൽ മിക്സ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് എന്താണ്, ഫർദർ ടെക്നിക്സ് നീഡഡ് ആണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഓസോണിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തതാണ് അൾട്രാ വയലറ്റ് ഡിസിൻഫെക്ഷൻ. ഓക്കെ, അപ്പോൾ അൾട്രാ വയലറ്റ് റേഡിയേഷൻസിനെ നമുക്ക് ഒരു ഡിസിൻഫെക്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ അൾട്രാ വയലറ്റ് റേഡിയേഷൻ ഈസ് എ കോമൺ മെത്തേഡ് യൂസ്ഡ് ഇൻ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് ഫോർ ഡിസിൻഫെക്ഷൻ പർപ്പസ്. Okay, UV disinfection work by inactivating microorganisms such as bacteria, viruses, and protozoa present in the wastewater. Then here is how എങ്ങനെയാണ് അപ്പോ ഈ അൾട്രാ വയലറ്റ് റേഡിയേഷൻസ് വൈറസ്, പ്രോട്ടോസോവ, ബാക്ടീരിയ ഇവയൊക്കെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇവ വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം നമുക്ക്. അപ്പോൾ എക്സ്പോഷർ ടു യു വി ലൈറ്റ്, ദ വേസ്റ്റ് വാട്ടർ ഫ്ലോ ത്രൂ ഈ ചേംബർ വേർ UV ലാംപ്സ് ആർ ഇൻസ്റ്റാൾഡ്. നമ്മുടെ വേസ്റ്റ് വാട്ടർ ഫ്ലോ ചെയ്യുന്ന ചേംബറിൽ എന്തുണ്ടായിരിക്കും, UV ലാംപ്സ് ഇൻസ്റ്റാൾ ചെയ്യും. ഓക്കെ, അപ്പൊ ഈ UV ലാംപ്സ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, UV ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ വാട്ടറിലുള്ള മൈക്രോ ഓർഗാനിസത്തിന് എക്സ്പോഷർ സംഭവിച്ചിട്ട് എന്താകും, നമ്മുടെ ഈ UV നമ്മുടെ ചേംബറിലൂടെ പാസ് ചെയ്യുന്ന വാട്ടർ ഈ UV ലൈറ്റുമായിട്ട് എക്സ്പോസ്ഡ് ആവുകയും അതുവഴി മൈക്രോ ഓർഗാനിസം നശിച്ചു പോവുകയും ചെയ്യും. ഓക്കെ, then inactivation of microorganism. When the microorganism are exposed to the UV light, the UV radiation penetrates their cell walls and interfere with their genetic material. അപ്പൊ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കണം, ഈ UV ലൈറ്റ് എന്താണ്, മൈക്രോ ഓർഗാനിസത്തിന്റെ ജെനറ്റിക് മെറ്റീരിയൽസിനെയാണ് അഫക്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ആ മൈക്രോ ഓർഗാനിസം നശിച്ചു പോണത്. ഓക്കെ, അവയുടെ DNA അല്ലെങ്കിൽ RNAസിനെയാണ് ഇവ അഫക്ട് ചെയ്യുന്നത്. This disrupts their ability to replicate and renders them inactive and unable to cause infection or disease. അപ്പൊ എന്താണ്, ഇവ റിപ്ലിക്കേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി നഷ്ടമാകും, അവ ഇനാക്റ്റീവ് ആകും, ദെൻ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഡിസീസ് കോസ് ചെയ്യാൻ അവ അനേബിൾ ആവും. ഓക്കെ, അപ്പോ ഇവിടെ ഇത്ര ഓർത്ത് വെക്കുക, നമ്മൾ UV റേഡിയേഷൻ എന്താണ് ചെയ്യുന്നത്, മൈക്രോ ഓർഗാനിസത്തിന്റെ ജെനറ്റിക് മെറ്റീരിയൽസിനെയാണ് അവ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവയുടെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? UV disinfection is a chemical-free process that does not introduce any harmful byproduct in the treated water. അതായത് കെമിക്കൽസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ വാട്ടറിൽ ബൈ പ്രോഡക്ട്സ് ഒന്നും ഫോം ചെയ്യില്ല. It is effective against a wide range of microorganisms and does not alter the chemical composition of the water. നമ്മുടെ വാട്ടറിന്റെ കെമിക്കൽ കോമ്പോസിഷനെ ഒന്നും തന്നെ ഇവ അൾട്ടർ ചെയ്യാതെ തന്നെ നമുക്ക് ഒരു വൈഡ് റേഞ്ച് ഓഫ് മൈക്രോ ഓർഗാനിസത്തെ നശിപ്പിക്കാൻ കഴിയും. ഓക്കെ, ഇതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. എന്തൊക്കെയാ ലിമിറ്റേഷൻസ്? UV disinfection is primarily a surface disinfection method and may not be effective at treating wastewater with high level of suspended solids. അതായത് ഹൈലി പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഹൈലി സസ്പെൻഡഡ് സോളിഡ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ള വാട്ടറിനെ ട്രീറ്റ് ചെയ്യാൻ UV റേഡിയേഷൻ വെച്ച് ട്രീറ്റ് ചെയ്യാൻ കുറച്ച്
ബുദ്ധിമുട്ടാണ്, അത്ര എഫക്റ്റീവ് ഉണ്ടാവില്ല. അതായത് കാരണം എന്താണ്, യു വി ഡിസിൻഫെക്ഷൻ പ്രൈമർലി നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഒരു സർഫസ് ഡിസിൻഫെക്ഷൻ മെത്തേഡ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ലെസ് പൊല്യൂട്ടഡ് ആയിട്ടുള്ള വാട്ടറിനെ ട്രീറ്റ് ചെയ്യാൻ നമുക്ക് യു വി മെത്തേഡ് നല്ലൊരു ഓപ്ഷൻ ആണ്. പക്ഷേ ഹൈ ലെവൽ ഓഫ് സസ്പെൻഡഡ് സോളിഡ്സ് അടങ്ങിയിട്ടുള്ള വാട്ടറിനെ, വേസ്റ്റ് വാട്ടറിനെ ട്രീറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. The effectiveness of UV disinfection can also be affected by factors such as water quality, turbidity, and the presence of compounds that can absorb UV light. അപ്പോ ഈ യു വി ഡിസിൻഫെക്ഷൻ പ്രോപ്പർട്ടീസ് എന്തിനേക്ക് എല്ലാം ഡിപ്പെൻഡ് ചെയ്യും, വാട്ടർ ക്വാളിറ്റി, ദെൻ വാട്ടറിലുള്ള ടർബിഡിറ്റി, ഓക്കെ, ദെൻ ദ പ്രസൻസ് ഓഫ് കോമ്പൗണ്ട് ദാറ്റ് ക്യാൻ അബ്സോർബ് യു വി ലൈറ്റ്. അപ്പോൾ ഈ വാട്ടറിൽ പ്രസന്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം എന്താണ്, അവ യു വി ലൈറ്റിനെ അബ്സോർബ് ചെയ്യും. അപ്പൊ യു വി ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്ന കോമ്പൗണ്ട്സ് വാട്ടറിൽ പ്രസന്റ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ദെൻ വാട്ടറിന്റെ ടർബിഡിറ്റി, ദെൻ വാട്ടർ ക്വാളിറ്റി. ഓക്കെ, അപ്പൊ ഇവയെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ അത്രയും കാര്യങ്ങളാണ് യു വി ഡിസിൻഫെക്ഷൻ മെത്തേഡ് അല്ലെങ്കിൽ അൾട്രാ വയലറ്റ് ഡിസിൻഫെക്ഷൻ മെത്തേഡിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഡിസിൻഫെക്ഷൻ എന്ന് പറഞ്ഞ ടോപ്പിക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ.